ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അമ്മമാരായ കുറച്ച് ആൾക്കാർക്കൊക്കെ പരിചയം കാണും. നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിനകത്തേക്ക് തട്ടൂലേ. അങ്ങനെ കുറേ കറികളൊക്കെ ഇങ്ങനെ നമ്മൾ തട്ടി വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും അതിനകത്ത് എന്തൊക്കെ സാധനം ഇരിക്കുന്നതെന്നല്ലേ. ചിലപ്പം ഞാനൊക്കെ ആണെങ്കിൽ പൂത്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ എടുത്ത് കളയുന്നത്, മറന്നു പോകും അതിനകത്ത് ഇരിക്കുന്ന കേസുകൾ. അപ്പം നമുക്ക് നോക്കാം ഫ്രിഡ്ജിൻ്റെ പരിസരത്തും ഫ്രിഡ്ജിനകത്തും എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കണ്ടോ, എൻ്റെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സാധാരണ ഈ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഒത്തിരി കനമുള്ള സാധനങ്ങളൊന്നും വെക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ചേട്ടായി ആക്രിക്ക് കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ. ഇത് പ്രവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ കുത്തിയിടാൻ എടുത്തുകൊണ്ട് വന്നതാണേ. പിന്നെ അതുപോലെ 2 ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ബോക്സിനകത്ത് 2-നകത്ത് നിറച്ച് പിള്ളേരുടെ മരുന്ന് സെറ്റുകളൊക്കെ ആട്ടോ ഇരിക്കുന്നത്. 2 പേരുടെയും മരുന്നാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിനുശേഷം ഇതിനൊരു ഹെഡ്ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ റബ്ബർ വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് ആട്ടോ ഇത്. പിന്നെ ഇതേ ഒരു പൊള്ളിയില്ലാത്തൊരു റിമോട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം പിള്ളേരുടെ പരിപാടിയാട്ടോ. ഇവിടെ എല്ലാം ശേഖരിച്ച് വെക്കുന്ന എല്ലാം പിള്ളേരാണ്. പിന്നെ ഇത് എൻ്റെ 2 ബ്ലൂടൂത്തിൻ്റെ എന്താ പറയുക, ഐപോഡോ ഇയർപാഡോ അങ്ങനെ എന്തോ സംഭവമില്ലേ, അതാണ് ഇരിക്കുന്നത്. പിന്നെ ഇതേ പേസ്റ്റ്, ഇതെല്ലാം പിള്ളേരുടെ പരിപാടിയാണ്. അവരുടെ ബ്രഷ് സാധനങ്ങളെല്ലാം അവർ ഇവിടെയാണ് കൊണ്ടുപോയി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിലുള്ളത്. ഇത് ഐസ്ക്രീം നിന്നൊരു പാത്രമാട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഏകദേശമൊക്കെ വരുന്ന ഒരു പരിതാപകരമായിട്ട് അവസ്ഥയാണ് കേട്ടോ. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത് പാലാട്ടോ നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാവിലെ കാച്ചിയിട്ട് വാക്കി വെക്കുന്ന കൂട്ട് പാലാട്ടോ. ഈ ഫ്രീസർ മൊത്തം കട്ട പിടിച്ചിരിക്കുന്നത് കണ്ടോ, ഇത് മൊത്തം കട്ട പിടിച്ചിരിക്കുവാണേ. ഫ്രീസർ മിസ്റ്റ് അടിക്കേണ്ട സമയം കഴിഞ്ഞതാണ് കേട്ടോ. കട്ട പിടിച്ചിരിക്കുന്നത് കണ്ടോ, ഭയങ്കരമായിട്ടും കട്ടയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പാലും അതിനകത്ത് ഇരിപ്പുണ്ടേ. അപ്പം നിങ്ങൾ ഓർക്കും ഈ ഫ്രീസറിൻ്റെ അടപ്പ് എന്ത് ചെയ്യുന്നേ. ഒരു ദിവസം ഇങ്ങനെ കട്ടയായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം വലിച്ചു തുറന്ന കേട്ടോ. അടപ്പ് എൻ്റെ കയ്യിലിരുന്നേ. അടപ്പ് ഇപ്പം ഞാൻ താഴത്തെ സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മടക്കി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് താഴത്തെ സ്ഥലത്ത് കേട്ടോ. ഇതുണ്ടോ, ഇതിവിടെ സൂക്ഷിച്ചിട്ടുണ്ടേ. അതപ്പം അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഏതാണ്ടൊക്കെ പേപ്പറോ സാധനങ്ങൾ, ഇതെല്ലാം ഈ പിള്ളേർ ഈ മുട്ടായി കൊണ്ട് വെക്കുന്നതാണേ. നമ്മൾ കാണിയാലേ ഇവളുമാർ തന്നെ ഇത് തുറന്ന് മുട്ടായിയൊക്കെ കൊണ്ട് വെക്കും. അപ്പം ഞാൻ ഓരോരോ സാധനങ്ങൾ കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നേ. അപ്പോൾ ഇതേ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടേ, നമുക്ക് നോക്കാം. ബോക്സിനകത്തിരിക്കുന്നത് ഉണക്കമീനാണ് കേട്ടോ. നമ്മൾ ഈ ഉണക്കമീൻ അധികം എന്താ പറയുക, നമുക്ക് തുറന്ന് കാണിച്ചു തരാം. അയ്യോ, അധികം കേടാവാതെ ഇരിക്കും കേട്ടോ. ഇത് ഉണക്കമീനാണ് ഞാനിങ്ങനെ ബോക്സിനകത്ത് അടച്ച് സൂക്ഷിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഇത് തൈരാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസമായ തൈരാട്ടോ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ കുറച്ചധികം ദിവസമായ തൈരാണേ ഇരിക്കുന്നത്. അതപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കും, നമ്മൾ മറന്നു പോകും. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇതെന്താ മുളകോ എന്തോ സാധനങ്ങളാട്ടോ. ഇത് മുളകാന്ന് തോന്നുന്നത്. കണ്ട് ഉണങ്ങി പിടിച്ചിരിക്കുവാണേ. അതവിടെ ഇരിക്കട്ടെ, ഞാൻ എടുത്ത് കളഞ്ഞോളാം. ഇതേ പിന്നെ ശർക്കരയുണ്ട് കേട്ടോ. ശർക്കരയും ഞാൻ ഇതിനകത്ത് വെക്കും. വറ്റൽമുളകും ഞാൻ ഇതിനകത്ത് വെക്കും കേട്ടോ, കാരണം ഇത് കേടായി പോകാതിരിക്കാനേ. പിന്നെ ഇതെൻ്റെ കറിവേപ്പില കണ്ടോ. നമ്മുടെ വീട്ടിലിങ്ങനെ കറിവേപ്പിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കറിവേപ്പില സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ എവിടെന്നേലും ചേട്ടാ ഇങ്ങനെ കുറേ കറിവേപ്പില കൊണ്ടുവരും കേട്ടോ. ഞാനിതിങ്ങനെ ബോക്സിനകത്ത് അടച്ച്, ഒത്തിരി വെള്ളമയമൊന്നും ഇല്ലാത്ത, പക്ഷേ ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. മഴയത്തെ കണ്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. വെള്ളമയമൊന്നും ഇല്ലാതെ തുടച്ച് പെറുക്കിയാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഒരുപാട് കാലം ഇരിക്കും. ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഒരു മാസം മിച്ചമൊക്കെ ഇരിക്കും കേട്ടോ. അതാണ് ഒരുപാട് കാലം. പിന്നെ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം അങ്ങോട്ട് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. ഞാനിങ്ങനെ ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. ഇത്രയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് മാത്രം തിന്നാനുള്ള ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് അവിടെ ഇരുന്ന് മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതേ ഏതാണ്ട് ഇരിപ്പുണ്ട് കേട്ടോ കറിയെ. ഇത് മിനിങ്ങാന്ന് വെച്ച കറിയാണ് കേട്ടോ. ഇത് തക്കാളിയും മീനും കൂടെ വെച്ചതാണ് മിനിങ്ങാന്നേ. നമ്മളിങ്ങനെ കൂട്ടിയിട്ട് മിച്ചമുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ ആ വശത്തേക്കേ തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ, കാരണം അങ്ങോട്ട് നോക്കാനുള്ള ഒരു ഇതില്ല, ക്ഷമയില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസം വേറെ കറി ഉണ്ടാക്കുമല്ലോ. പിന്നെ ദേ ഒരു ശർക്കര കേട്ടോ. ആ ശർക്കര വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊരെണ്ണം ഇട്ടു. അതിപ്പോൾ തീരാറായി, തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയുണ്ട്. ഒരു ശർക്കര ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശർക്കര ഇത് പനങ്കൽക്കണ്ടമാണേ. പനങ്കൽക്കണ്ടം നമ്മുടെയൊക്കെ വീട്ടിൽ ഈ പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഈ പനങ്കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നത്. പനങ്കൽക്കണ്ടമേ. അതുകൊണ്ട് അടുത്തത് താഴത്തെ സ്ഥലത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ക്യാബേജ് ഇരിപ്പുണ്ട്. ഒരു ക്യാബേജ് ഇത് ഇന്നലെ ഞാൻ തോരൻ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാക്കിയാണേ. വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂക്കിയല്ല കേട്ടോ. സാധാരണ ഈ മുളകൊക്കെ നമ്മളിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പൂത്ത് പോവേ, തണുപ്പൊക്കെ അടിച്ച്. ഇതിപ്പോൾ ആകുമ്പോൾ പൂക്കൊന്നുമില്ല. പിന്നെ ദേ ഇരിക്കുന്നത് നമ്മുടെ പൂഞ്ചിക്ക അങ്കമാടിയിൽ നിന്ന് കിട്ടിയ പാലാണ് കേട്ടോ. അതപ്പോൾ അങ്ങനെ പുറത്ത് വെക്കാം, ഫ്രിഡ്ജിനകത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം. അത് അവർക്ക് കിട്ടിയ പാലാണ്. ഞാൻ ഇതും കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഷെയ്ക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ.
പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുവാണെങ്കിൽ ഇതേ ഒരു ക്യാപ്സിക്കം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഈ ക്യാപ്സിക്കം വല്ലപ്പോഴും ഒക്കെ ആയിട്ട് മേടിക്കുന്നത്. എനിക്കിഷ്ടമാണ് ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഇട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതായിരിക്കുന്ന സംഭവം കേട്ടോ, വാളംപുളി. സാമ്പാറിനകത്തിട്ടിരുന്ന വാളംപുളി. ഈ സാധനവും ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും. ഇത് കേടൊന്നും ആയി പോകില്ല കേട്ടോ ഫ്രിഡ്ജിനകത്തിരുന്നാൽ. ഇത് നമ്മുടെ പച്ചക്കറി ബോക്സിനകത്ത് എന്തൊക്കെ പച്ചക്കറി ഉള്ളതെന്ന് നോക്കാം. ഒത്തിരി പച്ചക്കറിയുണ്ട്. തക്കാളിക്ക കിടപ്പുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, അതുപോലെ തന്നെ എന്താ കോവയ്ക്കയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ അങ്ങ് തീർന്നു കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സെക്ഷൻ ഡോറിൻ്റെ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പുൽത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. 3 താറാമുട്ട ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് പപ്പടവും ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ സൈഡിലാട്ടോ വെക്കുള്ളൂ. കാരണം അതും പൂത്ത് പോകാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെക്കുന്ന കേട്ടോ നമുക്ക് നല്ലത്. അതുകൊണ്ട് ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഞാനിങ്ങനെ അരച്ച് കുടിക്കുന്നതാണ് ഈ ബീട്രൂട്ടെ. നമുക്ക് കാരണം ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ബീട്രൂട്ട്. അപ്പോൾ നമ്മളിതിവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുകൊണ്ടോ ഇതിനകത്ത് നോക്കിയാൽ പരിതാപകരം കാണാം കേട്ടോ. കാരണം നമ്മൾ ഈ എടുത്തതിൻ്റെ ബാക്കി ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്തതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് പൂത്തിരിക്കുന്നു തേങ്ങ. അതിരിക്കുന്നതേ സാധനങ്ങളെല്ലാം പൂത്ത് പെറുക്കിയൊക്കെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇരിപ്പുണ്ട്, കുറേ മുളക് ഇരിപ്പുണ്ട്. ഈ മുളകെല്ലാം ഞാൻ എൻ്റെ ഒരു വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കുന്ന ഇതാട്ടോ. പിന്നെ ദേ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു കായപ്പൊടി ഇരിപ്പുണ്ട് കേട്ടോ. കായം ഇതൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നതാണ്. പിന്നെ ദേ കട്ടയായിട്ടുള്ള കായമുണ്ട് കേട്ടോ. ഞാൻ കായപ്പൊടി അധികം ഒന്നിനും ഉപയോഗിക്കാറില്ല. കട്ടയായിട്ടുള്ള കായമാട്ടോ ഉപയോഗിക്കുന്നത്. അതും നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്ന മല്ലിയിലയാണ്. അതാകെ തളർന്ന് തരിപ്പണമായി പോയി കേട്ടോ. ഇതെന്തോ കണ്ണിലൊഴിക്കുന്നൊരു മരുന്നാട്ടോ ഇത്. അതിനുശേഷം ഞാനിങ്ങനെ പുളിമാവ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. പുളിമാവ് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുളക് ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചതിൻ്റെ ഡാൽഡ ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചതിൻ്റെ ക്യാബേജിൻ്റെ പകുതി ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനകത്തുനിന്ന് മുറിച്ചെടുത്താണേ. അപ്പോൾ കുറച്ച് മിച്ചം വന്നു. അതിൻ്റെ പകുതി ഇരിപ്പുണ്ട്. ബീട്രൂട്ട് അരച്ച് കുടിച്ചതിൻ്റെ പകുതി ഇരിപ്പുണ്ട്. പിന്നെ അതിനകത്ത് 2-3 പയറും കുറച്ച് മുളകൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മുടെ എന്താ പറയുക, എൻ്റെ പേരിനായിരുന്നു വാനില എസൻസ്. ഇതങ്ങനെ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ പണ്ടൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുമായിരുന്നേ. ഇപ്പോൾ ഉണ്ടാക്കാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് കേട്ടോ. നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇരിക്കുന്ന അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം മമ്മിക്ക് വേണ്ടി മേടിച്ച് ഇൻസുലിനാണ് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ 2 കുപ്പി വെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. എപ്പോഴും വെള്ളം കാണും. കാരണം നാരങ്ങ വെള്ളം കുടിക്കാനോ, നാരങ്ങയില്ല കേട്ടോ, നാരങ്ങ എപ്പോഴും കാണുന്നൊരു സംഭവമായിരുന്നു. പിന്നെ 2 തേങ്ങ ചിരണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി സോസും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. എപ്പോഴൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഗോബി മഞ്ചൂരിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചില്ലി സോസ്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഇഞ്ചിയൊക്കെ വെക്കുന്നത് കേട്ടോ. ഇഞ്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ ചിക്കൻ മേടിച്ചതാണ് മല്ലിയില. അതപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക വാടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും കിടപ്പുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് താഴത്തെ തട്ടിലേക്ക് പോകാം കേട്ടോ. ിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ചാറുകളെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു കേട്ടോ ഗൈസ്. ഒരെണ്ണം തീരാറായി കേട്ടോ. ഇത് ഞാൻ തൊലി പൊളിച്ചിട്ടിട്ടതാണ്. തൊലി പൊളിച്ചെന്ന് വെച്ചാൽ തൊലി ചെത്തിയിട്ടിട്ടതാണ്. കാരണം തൊലിക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തൊലി ചെത്തിയിട്ടിട്ട മാങ്ങാച്ചാറ് കേട്ടോ. ഇത് തീരാറായി. തൊലി ചെത്താതെ ഇട്ട നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അടിപൊളി അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയാണ്. ഇത് നമ്മുടെ എന്താ പറയുക കള്ളപ്പത്തിൻ്റെ മാവാട്ടോ. ഞാൻ ഇങ്ങനെയാണ് മാവൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതധികം പുളിച്ച് പോവുകയല്ല. നമ്മളിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ ഇങ്ങനെ ബോക്സിനകത്ത് അടച്ചു വെക്കും. അടച്ചു വെച്ച ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്കെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളിങ്ങനെ അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ അടച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം 2 ദിവസമൊക്കെ ഇരിക്കും. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തിന്നാം. അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഇങ്ങനെ ദോശമാവാണെങ്കിലും ഞാനിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഒരു സോയാ സോസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്തെന്ന് കണ്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ ഫ്രിഡ്ജിൻ്റെ അടപ്പ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ മെഴുക്കസിയാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്രീസറിൻ്റെ അടപ്പ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിനകത്തുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ അധികം കറികളൊന്നുമില്ല. എല്ലാ തവണയും ചീഞ്ഞും പുഴുത്തൊക്കെ ഒത്തിരി കറികളൊക്കെ അതിനകത്ത് ഇരിക്കുന്നതാണ്. പക്ഷേ എന്തോ ഇന്നത്തെ ഭാഗ്യം കൊണ്ടാട്ടോ. ഞാൻ എടുത്ത് മാറ്റിയതൊന്നുമല്ല. അത്യാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഒത്തിരി ഒന്നും ഇല്ലാത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.